ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണേ. ഞാൻ ആദ്യം തന്നെ നല്ല ക്യാരറ്റ് മെഴുക്കുവരട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞപ്പോൾ തന്നെ മീനിൻ്റെ ഐസ് പോകാനായിട്ട് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത പരിപാടി ഞാൻ ചെയ്യുന്നത് മീൻകറി ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഞാൻ എടുത്തത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്ത് വെക്കുവാണേ. എനിക്ക് ഏറ്റവും കുക്കിങ്ങിൽ ബുദ്ധിമുട്ടുള്ള കാര്യം വെളുത്തുള്ളി ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് സമയം കിട്ടിയാൽ ഞാൻ വെളുത്തുള്ളി ഇങ്ങനെ ബൾക്കായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. പക്ഷേ ഈ ആഴ്ച എനിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് ഞാൻ ഇഞ്ചിയൊക്കെ എടുത്തേ. ഇഞ്ചി മുറിച്ച് വെക്കുന്നതിന് മുമ്പ് അത് നന്നായിട്ട് കഴുകുകയെ, കാരണം അതിനകത്ത് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് കഴുകി ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പം ഞാനിത് മുഴുവനായിട്ടല്ല കറിക്കകത്തിടുന്നത്, ഞാനിത് ചതച്ചിട്ടാണ് ഇടുന്നത്. പിന്നെ ഭയങ്കര ചൂടാണ്, അത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ഞാൻ കൊച്ചുള്ളി നന്നാക്കാനെടുത്തേ. അപ്പോൾ ഈ മുളകിട്ട മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പം ഞാനിതുപോലെ കൊച്ചുള്ളി ആഡ് ചെയ്യാറുണ്ട്. കൊച്ചുള്ളി ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണേ. അപ്പോൾ കൊച്ചുള്ളിയുടെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് അത് ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഞാൻ കുനൂനാന്നൊന്നും അരിയുന്നില്ല, ഒരു കുഴപ്പമില്ലാത്ത രീതിയിലൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ അടുത്ത് അതിനകത്തിരുന്നത് കാന്താരിയാണേ. അപ്പോൾ കാന്താരി ഞാൻ നാട്ടിൽ പോയപ്പം കൊണ്ടുവന്നത്. അപ്പോൾ വീട്ടിൽ കാന്താരി ഉണ്ട്. അപ്പോൾ അമ്മ നാട്ടിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ തന്നു വിടാറുണ്ട്. അപ്പോൾ കാന്താരി ഇല്ലാത്ത സമയത്താണെങ്കിൽ ഞാൻ പച്ചമുളക് ഇടും. ഇപ്പം കാന്താരി ഉണ്ടല്ലോ, അത് കാരണം ഞാൻ കാന്താരിയാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ നന്നാക്കി വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഈ കല്ലിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുവാണേ. അപ്പോൾ അത് ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ ആ കല്ല് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയേ. ഇനി ഞാൻ മീൻകറി വെക്കുന്നത് ചീനച്ചട്ടിയിലാണേ. ഞാനിവിടെ മീൻചട്ടി യൂസ് ചെയ്യാറില്ല, കാരണം ഞാൻ പണ്ട് മീൻചട്ടി വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അത് കറിയൊക്കെ വെച്ചു, പിന്നെ അത് കഴുകി കഴിഞ്ഞപ്പോൾ അതിൽ പൂപ്പൽ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ മീൻചട്ടി യൂസ് ചെയ്യാറില്ല. അങ്ങനെ ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി, പിന്നെ കരിവേപ്പില ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തേ. അത് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റി അതിനുശേഷം കുടംപുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുടംപുളി വെള്ളവും കൂടെ ചേർത്തൊഴിച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു. അതിനുശേഷം ഉപ്പിട്ടു. എന്നിട്ട് ചൂരമീനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ചൂരമീനിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിക്കും. അതിനുശേഷം മൂടി തുറന്ന് വെച്ചിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കും. പിന്നെ നമ്മളിത് തവിയൊന്നും ഇട്ട് ഇളക്കത്തില്ല കേട്ടോ, കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കത്തേ ഉള്ളേ. ഇത് നമ്മുടെ നല്ല അടിപൊളി കോട്ടയം സ്റ്റൈൽ മുളകിട്ട മീൻകറി അങ്ങനെ റെഡിയായേ. അപ്പോൾ അതിനുശേഷം ഞാൻ എടുത്ത സാധനങ്ങളൊക്കെ പതുക്കെ എടുത്ത് തിരിച്ച് വെക്കുവാണേ. എന്നിട്ട് വേണം ആ സ്ലാബൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട്. ഞാൻ അപ്പം തന്നെ യൂസ് ചെയ്ത പാത്രങ്ങളൊക്കെ പാരലലി കഴുകി വെക്കുന്നുണ്ട്. നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ എടുക്കുന്ന പാത്രങ്ങളൊക്കെ അപ്പം കഴുകി വെക്കുവാണെങ്കിൽ ആ പ്ലേസ് മെസ്സിയൊന്നും ആവാതെ നല്ല വൃത്തിക്കിരിക്കും. നമുക്ക് കാണുമ്പോഴാണെങ്കിലും നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ്. നല്ല ചൂട് സമയമായതുകൊണ്ട് അടുക്കളയിൽ നിൽക്കുമ്പോൾ നന്നായിട്ട് ആവി എടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് വെള്ളം കുടിക്കുകയാണ്. പണ്ട് ഞാൻ അങ്ങനെ വെള്ളം കൂടി അങ്ങനെ എനിക്കില്ലായിരുന്നു, ഞാൻ എപ്പോഴും മറന്നു പോയായിരുന്നു. ഇപ്പം ഞാൻ സ്ഥിരമായിട്ടിങ്ങനെ ബോട്ടിലോ ഒക്കെ ഞാൻ കൂടെ കൊണ്ട് നടക്കാറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഓർക്കുമ്പോൾ ഇങ്ങനെ എടുത്ത് കുടിക്കും. പിന്നെ നമ്മൾ ഈ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ പാരലലി തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേയധികം സമയലാഭമുണ്ട്. നമുക്ക് പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ട കാര്യമില്ല. പിന്നെയാണെങ്കിലും വന്ന് കിച്ചണൊക്കെ നോക്കുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ എൻ്റെ ലഞ്ചിൻ്റെ മെഴുക്കുവരട്ടി റെഡിയായി, നല്ല അടിപൊളി മുളകിട്ട മീൻകറിയും റെഡിയായി. അപ്പോൾ ആസ് യൂഷ്വൽ ഞാനൊരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്തിട്ട് അതൊക്കെ എൻ്റെ കുറച്ച് വർക്കുകൾ തീർക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണേ. അതിപ്പോൾ കുക്കിംഗ് ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും ബോറടിക്കുമ്പോൾ ഒരു പാട്ട് അതെനിക്ക് നിർബന്ധമാണ്. അങ്ങനെ ഞാൻ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു. ഇന്നത്തെ ദിവസം അത്രേ ഉള്ളൂ. ടാറ്റാ, പിന്നെ കാണാം.